ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഇടുക്കിയിലെ പരുന്തുംപാറ എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്കാണ്. ഞങ്ങൾ കേട്ടറിഞ്ഞിടത്തോളം നല്ലൊരു അടിപൊളി ലൊക്കേഷനാണ്. നല്ല വ്യൂവും നല്ല കാറ്റും ഒക്കെ ഉള്ളൊരു സൂപ്പർ ലൊക്കേഷൻ ആണെന്ന് കേട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളങ്ങനെ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് ഇടുക്കിയിലെത്തി. വീട്ടിലെ പജീരം എടുത്തുകൊണ്ടാണ് ഇത്തവണ യാത്രയ്ക്ക് ഇറങ്ങിയേക്കുന്നത്. നമ്മളങ്ങനെ ലൊക്കേഷനിലെത്തിയപ്പോൾ ഭയങ്കര കാറ്റും മഴയും കോടമഞ്ഞും എന്ന് വേണ്ട ഭയങ്കര അടിപൊളി കാലാവസ്ഥ. മഞ്ഞ് കാരണം ആദ്യം താഴോട്ട് നോക്കി ഒന്നും കാണാനില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ മേടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് താഴോട്ട് വ്യൂ പോയിന്റിലേക്ക് നടന്നു. അങ്ങനെ നടന്ന് ആദ്യത്തെ വ്യൂ പോയിന്റ് എത്തി. അവിടെ എത്തിയപ്പോൾ ആദ്യം നല്ല കോടമഞ്ഞായിരുന്നു. പിന്നെ അത് പതുക്കെ മാറിയപ്പോഴത്തേക്ക് വ്യൂ നല്ലോണം കണ്ടു തുടങ്ങി. അവിടുത്തെ കാറ്റ് രക്ഷയില്ലായിരുന്നു. ഇതാ അവിടുത്തെ ഉടുപ്പ് നോക്കി പിടിച്ചേക്കുന്നുണ്ടോ? കാറ്റ് കാരണം വലിയ മരം വരെ ആടി ഒലയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നതിന് ശേഷം താഴെ അടുത്ത വ്യൂ പോയിന്റിലോട്ട് പോകുന്ന വിചാരിച്ചു. ഞങ്ങൾ ഏറ്റവും താഴെ ഇറങ്ങിയാൽ നല്ല അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ടെന്നാണ് ഞങ്ങൾ കേട്ടത്. താഴോട്ട് ഇറങ്ങുന്ന പാറ നല്ലോണം തെന്നിക്കണതാ, അതുകൊണ്ട് പതുക്കെ ഇരുന്ന് ഇറങ്ങിയൊക്കെ താഴോട്ട് ഇറങ്ങി. ഞാൻ ആദ്യമേ ഓടിച്ചാടി താഴെ എത്തി. അപ്പോഴും അവന്മാർ ഇറങ്ങി വരുന്നേ ഉള്ളായിരുന്നു. ഇതാ മഞ്ഞിടയ്ക്ക് കൂടെ കണ്ടോ ഇറങ്ങി വരുന്ന ഓരോരുത്തരായിട്ട്. അങ്ങനെ ഇറങ്ങിപ്പോകുന്ന വഴി നല്ല തണുത്തൊരു അരുവി കണ്ടു. അവന്മാർ പതുക്കെ ഇരുന്നിറങ്ങിയിട്ട് വരും തെന്നി വീണു ഗൈസ്. ഇതിന് കയറണല്ലോ. നമ്മൾ അത് കഴിഞ്ഞ് അവിടെ നടന്ന് മെയിൻ വ്യൂ പോയിന്റിലെത്തി. അവിടെ ഓൾറെഡി കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വ്യൂ പോയിന്റ് എത്തിയപ്പോൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ശരിക്കുമുള്ള മെയിൻ വ്യൂ പോയിന്റ് ആ തുമ്പത്താണ്. പക്ഷേ ഇത്തവണ മഴ പെയ്ത് തെന്നി കിടക്കുന്നതുകൊണ്ട് ആർക്കും കൊണ്ടുപോകാൻ ധൈര്യമില്ല നിൽക്കുമായിരുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഫുള്ള് കോടയൊക്കെ ഇറങ്ങി നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും റിസ്ക് എടുത്താൽ തുമ്പത്തോട്ട് പോകാമെന്ന്. അങ്ങനെ ഞാനവിടെ നിർത്തി ചാടി നിരങ്ങി താഴെ എത്തി. ആ ചെറിയ നടപ്പാത നടന്ന് ക്രോസ് ചെയ്ത് പിന്നെ ആ പാറ വലിഞ്ഞേറി മേളിലെത്തി. അങ്ങ് അറ്റത്തോട്ട് എത്തുന്നതോറും കാറ്റ് കൂടി വന്നു. നല്ല ശക്തിയായിട്ട് കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ഇവിടെ വന്ന് വ്യൂ ഉണ്ടോ ഗൈസ്? ഞാനങ്ങോട്ട് ചാടിപ്പോയത് പക്ക വെറുത്തായിരുന്നു. അവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ വ്യൂ കണ്ട് മതിയതിനു ശേഷം അവിടെ തിരിച്ച് വലിഞ്ഞു കയറി. അത് കുറച്ച് പാടായിരുന്നു, പാറ തന്നെ കിടക്കുമല്ലേ. എന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ തിരിച്ച് വലിഞ്ഞു കയറി അവന്മാരുടെ അടുത്തെത്തി. പിന്നെ നമ്മളിതിലൂടെ പതുക്കെ തിരിച്ച് വലിഞ്ഞു കയറി മേളിലോട്ട് പോയി. എന്തെങ്കിലും കയറി വന്നപ്പോൾ ആരും വീണില്ല. അത് നോക്കണ്ട, അത് വഴി കൂടെ പോയി ആരും ഒന്ന് പാട്ട് വെച്ചതിൻ്റെ എഫക്റ്റാ. ഇനിയാണ് ഗൈസ് ഫൺ. നമ്മൾ പജീരം കൊണ്ട് ഓഫ് റോഡ് കയറാൻ പോവാണ്. ശരിക്കും ഇതിൻ്റെ ഒരാവശ്യമില്ല, അവിടെ നേരെയുള്ള വഴിയുണ്ട്. നമ്മൾ ഷോർട്ട് കട്ട് എടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കുന്ന് വലിഞ്ഞു കയറി മേളിലെത്തി. ചുറ്റും ഒന്നും കാണാനില്ല, മൊത്തം കോടമഞ്ഞ്. അത് നമ്മൾ വണ്ടിയും കൊണ്ട് അടുത്ത പാറ കയറാൻ വേണ്ടി പോയി. ഇത് കുറച്ച് റിസ്ക് ആയിരുന്നു. ഒന്നാമത്തെ പ്രശ്നം കുത്തനെ ഇരിക്കുക, രണ്ടാമത്തെ പ്രശ്നം പാറ തെന്നി കിടക്കുക. കുമാരൊക്കെ അകത്തിരുന്ന് ബഹളം വെച്ചെങ്കിലും ഞാൻ ഫുൾ കോൺഫിഡൻ്റ് ആയിരുന്നു. എന്തായാലും ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. ഞങ്ങളങ്ങനെ മേളിലെത്തി. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോഴാണ് ഏറ്റവും വലിയ കോമഡി. ഒന്നും കാണാൻ വയ്യ. എന്തായാലും നമ്മൾ സൂക്ഷിച്ചോടിച്ച് ഭാഗ്യത്തിന് തിരിച്ചെത്തി ഗൈസ്. അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ കാണുന്നവരെ ബൈ ബൈ.